Dear students, welcome to another class of C++ program. In today's class, we are going to look at control statements in C++. അതിനു മുമ്പ് ഇതുവരെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്? Statements that alter the normal execution path of the program. Usually a program is executed in the sequential fashion. അപ്പോൾ ആ സീക്വൻഷ്യൽ പാത്തിൽ നിന്നും ഒരു ചേഞ്ച് പ്രോഗ്രാമിൽ വരുത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. C++ലെ രണ്ട് തരത്തിലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഒന്ന് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അഥവാ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. രണ്ടാമതായിട്ട് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അഥവാ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. നമുക്ക് ആദ്യമായി സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ച് പഠിക്കാം. നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് മറ്റൊരു ക്ലാസ്സിൽ കാണാം. എന്താണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ? എവിടെയെങ്കിലും നമുക്ക് ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും, ഒരു പ്രോഗ്രാമിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരുമ്പോൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഇവിടുന്ന് ഒരു കാറിൽ കയറി കണ്ണൂർ പോകുന്നു. കണ്ണൂർ ചെന്ന് കഴിഞ്ഞ് നമുക്കൊരു ഡിസിഷൻ എടുക്കണം. നമുക്ക് കോട്ടയത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ കോട്ടയത്ത് പോകാൻ വേണ്ടി നമുക്ക് ട്രെയിനിൽ പോകണം അതോ ബസ്സിൽ പോകണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ ചില ക്രൈറ്റീരിയ ബേസ് ചെയ്തായിരിക്കും ഡിസിഷൻ എടുക്കുക. ആ പർട്ടിക്കുലർ ടൈമിൽ ട്രെയിൻ ഉണ്ടോ, ട്രെയിൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കോട്ടയം വഴി പോകുന്ന ട്രെയിനാണോ, അപ്പോൾ അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ കണ്ടീഷൻസിൻ്റെ ട്രൂത്ത് വാല്യൂവിനെ ബേസ് ചെയ്ത് നമ്മൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതുപോലെ പ്രോഗ്രാമിലും ഇങ്ങനെയുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ. വിച്ച് ആർ ദ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++? We have mainly two statements. One is the if statement and the other one is the switch statement. Along with that, we can also have a conditional operator that performs the very same thing as the if-else statement does. So we will now look at the various forms of the if statement. If statementന്റെ വ്യത്യസ്തമായിട്ടുള്ള ഫോമുകളെ നമുക്ക് പരിചയപ്പെടാം. അപ്പം if സ്റ്റേറ്റ്മെന്റിന് മൂന്ന് ഫോമുകളാണുള്ളത്. ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു if സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. രണ്ടാമതായിട്ട് if else എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആൻഡ് തേർഡ്ലി വി ഹാവ് the else if ladder. if else if ladder. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റുകളും വ്യത്യസ്തമായ സിറ്റുവേഷനുകളിൽ വ്യത്യസ്തമായ രീതികളിൽ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. So first we will have a look at the if statement. We will see the syntax of the if statement. Then we will also have a look at an example that uses the if statement. എന്താണ് സിന്റാക്സിൽ പറയുന്നത്? if condition, then you have a statement block, and then after the block you have the next statement. So the working of the if statement is, condition true ആണെങ്കിൽ, if the condition is true, then the block of statements will be executed. Statement block specify ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എക്സിക്യൂട്ട് ചെയ്യും. And then the control automatically goes to the next statement. Now let's look at an example. See, a bonus is equal to 0. I just put a variable and the value of a variable is initialized to 0. ഇത് നമ്മൾ ഈ അഡ്മിഷൻ സമയത്തൊക്കെ കാണുന്ന പോലെയുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാണ് ഇതെന്ന് വിചാരിക്കാം. ഒരു കുട്ടി NSS പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ ബോണസ് പോയിന്റ് 2 വെച്ച് ഇൻക്രിമെൻ്റ് ആകും. അപ്പോൾ ഈ NSS is equal to 1, അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, if the condition is true, then cout you are an NSS volunteer എന്ന് പറയുന്ന ഒരു മെസ്സേജും വരും. അതോടൊപ്പം തന്നെ ബോണസ് എന്ന് പറയുന്ന വാല്യൂ 2 ഇൻക്രിമെൻ്റ് ആകും. the value is incremented by 2. അപ്പോൾ ഇവിടെ ഇഫ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് വി ആർ നോട്ട് ബോദറിംഗ് അബൌട്ട് വാട്ട് ഇഫ് ദ കണ്ടീഷൻ ഈസ് റോങ്, വാട്ട് ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫാൾസ്. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ടൊന്നും ഇവിടെ പറയുന്നില്ല. ഇപ്പോൾ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നു. ഫാൾസ് ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യാതെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നു. ഇതാണ് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ ഫോമിലേക്ക് പോവാം. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്, ഇതോടൊപ്പം തന്നെ നമുക്ക് കണ്ടീഷൻ ഓപ്പറേറ്ററും കൂടി ഡിസ്കസ് ചെയ്യാം. കാരണം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.
ഒന്നിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് സിൻടാക്സ് ഇങ്ങനെയാണ്. ഈഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എൽസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2. അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. എന്തായാലും രണ്ട് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കും ഒരിക്കലും ഒരുമിച്ച് എക്സിക്യൂട്ട് ആവില്ല. ഏതെങ്കിലും ഒരു ഭാഗം മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ. കാരണം നമുക്കറിയാം കണ്ടീഷന്റെ വാല്യൂ ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അതൊരു ടെർണറി ഓപ്പറേറ്റർ ആണ്, ടെർണറി ഓപ്പറേറ്റർ ഉപയോഗിക്കുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് സിൻടാക്സ്? കണ്ടീഷൻ ക്വസ്റ്റ്യൻ മാർക്ക് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 ഫുൾ കോളൻ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2. ഇഫിന്റെ ആ ഫോർമാറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കാം അതിനകത്തെ കണ്ടീഷൻ തന്നെയാണ് ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിലെ കണ്ടീഷൻ. സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 കണ്ടീഷണൽ ഓപ്പറേറ്ററിന്റെ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 ആണ് ഫുൾ കോളൻ കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്. അപ്പോൾ ഇത് വളരെ സിമിലർ ആയിട്ടുള്ള, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന, പലപ്പോഴും പരീക്ഷ ചോദ്യങ്ങൾ ഇതിനെ ബേസ് ചെയ്തിട്ട് വരാറുള്ളത് ഈഫ് എൽസിൽ നിന്ന് കണ്ടീഷണൽ ഓപ്പറേറ്ററിലേക്കും കണ്ടീഷണൽ ഓപ്പറേറ്ററിൽ നിന്ന് ഈഫ് എൽസിലേക്കും കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വരാറുണ്ട്. കണ്ടീഷണൽ ഓപ്പറേറ്ററിന് ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി ക്വസ്റ്റ്യൻ മാർക്ക് ബിഗ് ഈസ് ഈക്വൽ ടു എ ഫുൾ കോളൻ ബിഗ് ഈസ് ഈക്വൽ ടു ബി. ഇതിനെ നമ്മൾ ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈഫ് ബ്രാക്കറ്റിൽ എ ഗ്രേറ്റർ ദാൻ ബി, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 വരുമ്പോൾ ബിഗ് ഈസ് ഈക്വൽ ടു എ എന്ന് വരും, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 പോകുമ്പോൾ ബിഗ് ഈസ് ഈക്വൽ ടു ബി എന്ന് വരും. ഇതാണ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റും കണ്ടീഷണൽ ഓപ്പറേറ്ററും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അത് നമുക്ക് ഒന്നിന് പകരമായിട്ട് മറ്റൊന്ന് ഉപയോഗിക്കാൻ പറ്റും. നമുക്കൊരു പ്രാക്ടീസിന് 1-2 ക്വസ്റ്റ്യൻസ് തരാം. ഒന്ന് കൺവേർട്ട് ടു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. അത് നമ്മൾ ഈ ഒരു നമ്പർ റീഡ് ചെയ്തിട്ട് അത് ഓഡ് ആണോ ഈവൺ ആണോ എന്ന് പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അത് ഈഫ് എൽസിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് എഴുതി നോക്കാം. കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. അതേപോലെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് എഴുതിയ ഒരു സിമ്പിൾ കോഡിനെ നമുക്ക് ഈഫ് എൽസിലേക്ക് മാറ്റി നോക്കാം. ഇത് നിങ്ങളെ ഹോംവർക്ക് ആയിട്ടൊന്ന് ചെയ്തു നോക്കുക. അടുത്തായി നമ്മൾ മൂന്നാമത്തെ ഫോം, ഇഫിന്റെ മൂന്നാമത്തെ ഫോമാണ് എൽസ് ഇഫ് ലാഡർ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാം. ആ സ്റ്റേറ്റ്മെന്റിന്റെ സിൻടാക്സ് ഇതാണ്. ഇവിടെ നമ്മൾ ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് പല കണ്ടീഷൻസിനെ ബേസ് ചെയ്ത് പല ഡിസിഷൻസ് എടുക്കാനുണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു കുട്ടിയുടെ ഗ്രേഡ് കാണേണ്ടതായിട്ട് വരുമ്പോൾ 90% കൂടുതൽ മാർക്കുണ്ടെങ്കിൽ A+. അതോടെ തീർന്നില്ല. 80-നും 90-നും ഇടയിലാണെങ്കിൽ A. അവിടെയും തീർന്നില്ല. 70-നും 80-നും ഇടയിലാണെങ്കിൽ B+. അങ്ങനെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്ക് ഉപയോഗിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തു, അത് ട്രൂ അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്തു, അത് ട്രൂ അല്ലെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷനിലേക്ക് പോയി, അങ്ങനെ തുടരെ ബാക്കിയുള്ള കണ്ടീഷൻസ് എല്ലാം ചെക്ക് ചെയ്ത് ഒന്നുമായിട്ടും മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ എൽസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും, ആ ഭാഗം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ സിൻടാക്സ് ഇതാണ്: ഇഫ് കണ്ടീഷൻ 1 സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1, എൽസ് ഇഫ് കണ്ടീഷൻ 2 സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2, എക്സെട്ര. എൽസ് ഇഫ് കണ്ടീഷൻ n സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് n. അപ്പോൾ ലാസ്റ്റ് കണ്ടീഷൻ വരെയായി, അവിടെയും നിൽക്കുന്നില്ല. എൽസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എൽസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്. അതാണ് എൽസ് ഇഫ് ലാഡറിന്റെ സിൻടാക്സ്. നമുക്ക് ഇതിന്റെ കൂടെ തന്നെ സ്വിച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് സിൻടാക്സും കൂടെ കണ്ടുപോകാം. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ എൽസ് ഇഫ് ലാഡറും സ്വിച്ചും തമ്മിൽ വളരെയധികം ഒരു സിമിലാരിറ്റി ഉണ്ട്. നമുക്ക് സ്വിച്ചിന്റെ സിൻടാക്സ് നോക്കാം. സ്വിച്ച് എക്സ്പ്രഷൻ കേസ് വാല്യൂ 1 സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 ബ്രേക്ക്, കേസ് വാല്യൂ 2 സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 ബ്രേക്ക്, എക്സെട്ര. ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എൽസ്. ഇതാണ് സ്വിച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് സിൻടാക്സ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് എത്ര കണ്ടീഷൻസ് ഉണ്ടോ, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിൽ എത്ര കണ്ടീഷൻസ് ഉണ്ടോ അത്രയും കേസസ് സ്വിച്ചിനകത്തുണ്ട്.
അപ്പോൾ അവിടുത്തെ ഒരു കണ്ടീഷൻ ഇവിടുത്തെ ഒരു കേസിന് ഇക്വലൻ്റ് ആണെന്ന് അർത്ഥം. ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു സിമിലാരിറ്റി കണ്ടുപിടിക്കാം? നിങ്ങൾ നോക്കാം, സിൻടാക്സിൽ ഇഫിൻ്റെ സിൻടാക്സിൽ കണ്ടീഷൻ എന്ന് പറയുന്ന ഭാഗം അവിടുത്തെ സ്വിച്ചിൻ്റെ എക്സ്പ്രഷനുമായിട്ട് സിമിലർ ആണ്. ഇവിടെ കണ്ടീഷൻ ആകുമ്പോൾ ഒരു റിലേഷണൽ എക്സ്പ്രഷൻ ആയിരിക്കും, പക്ഷെ അവിടെ എക്സ്പ്രഷനാണ്. രണ്ടാമത്തേതിൽ ഒരു എക്സ്പ്രഷനാണ്. അതിൽ ചിലപ്പോൾ ഇൻഡിജർ എക്സ്പ്രഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് ജനറേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ ആവാം. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 അവിടെ കേസിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 ആയിട്ട് മാച്ച് ആവുന്നു. കേസ് 2 ആയിട്ട് മാച്ച് ആവുന്ന സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് രണ്ടാമത്തെ കണ്ടീഷൻ്റെ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കാണ്. അങ്ങനെ നമ്മൾ അവസാനത്തെ എൽസ് പാർട്ടും ഡീഫോൾട്ട് ബ്ലോക്കും തമ്മിലൊരു ബന്ധമുണ്ട്. ഇതാണ് സ്വിച്ചും എൽസി ഫ്ലാഗും. നമുക്കൊരു എക്സാമ്പിൾ കണ്ട് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് കേസിലും, അതായത് ഇഫ് എൽസ് ഉപയോഗിച്ചുകൊണ്ടും സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ടും ഞാൻ ഒരേ എക്സാമ്പിൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കളർ കോഡ് റീഡ് ചെയ്യുന്നു. ആ കളർ കോഡിൻ്റെ വാല്യൂ R എന്നാണെങ്കിൽ റെഡ് കളർ എന്നും, G ആണെങ്കിൽ ഗ്രീൻ കളർ എന്നും, B ആണെങ്കിൽ ബ്ലൂ കളർ എന്നും പ്രിന്റ് ചെയ്യും. ഇനി ഇതൊന്നുമല്ല നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ ഇൻവാലിഡ് കളർ കോഡ് എന്ന് പറയുന്ന മെസ്സേജ് വരും. അതേ പ്രോഗ്രാം തന്നെ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് നോക്കുക. സ്വിച്ച് കളർ കോഡ് കേസ് R ആണെങ്കിൽ റെഡ് കളർ ബ്രേക്ക്, കേസ് G സി ഔട്ട് ഗ്രീൻ കളർ ബ്രേക്ക്, കേസ് B സി ഔട്ട് ബ്ലൂ കളർ ബ്രേക്ക്, ഡിഫോൾട്ട് ഇൻവാലിഡ് കളർ കോഡ്. ഇതിൻ്റെ ഒരു സിമിലാരിറ്റി നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ഇത് കൺവേർഷൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ആ കണ്ടീഷൻസ് നമ്മളൊന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ഇവിടെ 3 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ കളർ കോഡ് ഈക്വൽ ടു R, രണ്ടാമത്തെ കളർ കോഡ് ഈക്വൽ ടു G, മൂന്നാമത്തെ കളർ കോഡ് ഈക്വൽ ടു ബ്ലൂ B. അപ്പോൾ ഈ കണ്ടീഷൻസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ സ്വിച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ കണ്ടീഷൻസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡെല്ലാം കോമൺ ആയിട്ട് വരുന്ന ഒരു വേരിയബിളാണ് കളർ കോഡ്. ഇതാണ് നമ്മൾ സ്വിച്ച് കഴിഞ്ഞിട്ട് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ആ എക്സ്പ്രഷൻ പകരമായിട്ട് കളർ കോഡ് ഇൻസേർട്ട് ചെയ്യും. പിന്നെ ഓരോ കേസിലും നമുക്ക് ഈ കണ്ടീഷൻസ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ക്യാരക്ടർ കോൺസ്റ്റന്റുകളാണ് ഇവിടെ ഉള്ളത്, R, G, B. അതാണ് ഓരോ കേസ് ആയിട്ട് വരുന്നത്. കേസ് R, കേസ് G, കേസ് B. എന്നിട്ട് ഈ ഓരോ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കും അതാത് കേസിലേക്ക് മാറ്റി എഴുതിയാൽ മാത്രം മതി. എൽസ് പാർട്ടിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളുണ്ടോ അതെല്ലാം ഇവിടെ ഡിഫോൾട്ട് എന്ന് പറയുന്ന ആ ബ്ലോക്കിലേക്ക് ഇടുക. ഇങ്ങനെ നമുക്ക് എൽസ് ലാഡറും സ്വിച്ച് സ്റ്റേറ്റ്മെന്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. പക്ഷേ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നമുക്ക് അതുകൂടി കാണണം. അപ്പോൾ അത് കാണുന്നതിന് മുമ്പ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇൻ സ്വിച്ച്? നമ്മൾ നേരത്തെ നമ്മൾ എഴുതിയ കളർ കോഡിന്റെ പ്രോഗ്രാം ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടും ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ചില ഭാഗങ്ങളിൽ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഔട്ട്പുട്ടിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് നോക്കാം. സ്വിച്ച് ആദ്യത്തെ കേസുകളിൽ സ്വിച്ച് കളർ കോഡ് കേസ് R, എല്ലാ കേസ് സ്റ്റേറ്റ്മെന്റിന്റെ കൂടുതലും ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇൻപുട്ട് R എന്ന് കൊടുക്കുകയാണെങ്കിൽ റെഡ് കളർ എന്ന് ഔട്ട്പുട്ട് കിട്ടുന്നു. ഇൻപുട്ട് G ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഗ്രീൻ കളർ എന്ന ഔട്ട്പുട്ട് കിട്ടും. ഇൻപുട്ട് B ആണ് കൊടുക്കുന്നതെങ്കിലോ ബ്ലൂ കളർ എന്ന ഔട്ട്പുട്ട് കിട്ടുന്നു. ഇനി ഇതൊന്നും അല്ല കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇൻവാലിഡ് കളർ കോഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടുക. ഇനി രണ്ടാമത്തെ ആ ഒരു ഭാഗം നോക്കുക. അതിൽ കേസ് R എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കിൽ നമ്മൾ ബ്രേക്ക് ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ കേസ് B എന്നുള്ളിടത്തും ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ വരുന്ന മാറ്റം എന്തായിരിക്കും? നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് വരുന്ന മാറ്റം എന്തായിരിക്കും? ഇവിടെ സംഭവിക്കുന്ന ഇതാണ്, നമ്മൾ ബ്രേക്ക് കൊടുക്കുന്നില്ല, സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഇനി ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എൻകൗണ്ടർ ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സ്വിച്ചിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെ R ആണ് കേസ് ആയിട്ട് വരുന്നതെങ്കിൽ, അതായത് R ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ റെഡ് കളർ എന്ന് പ്രിന്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ G എന്ന് പറയുന്ന കേസിലേക്ക്, രണ്ടാമത്തെ കേസിലേക്ക് പോവുകയും അവിടെ ഗ്രീൻ കളർ എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ആവുകയും ചെയ്യും. അപ്പോൾ അവിടെ ഇൻപുട്ട് R ആണെങ്കിൽ രണ്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഒന്ന് റെഡ് കളർ എന്നും പ്രിന്റ് ചെയ്യും, അതുപോലെ ഗ്രീൻ കളർ എന്നും പ്രിന്റ് ചെയ്യും. ഗ്രീൻ കളർ എന്ന് പ്രിന്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എൻകൗണ്ടർ ചെയ്തതുകൊണ്ട് സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് പോകും. ഇനി G ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്തിരുന്നെങ്കിലോ ഗ്രീൻ കളർ എന്ന് മാത്രം പ്രിന്റ് ചെയ്യും.
അവിടെ ബ്രേക്ക് വന്നു, അതുകൊണ്ട് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് പോകും. ഇനി ഇൻപുട്ട് ചെയ്യുന്നത് ബി ആണെങ്കിൽ ബ്ലൂ കളർ എന്ന് പ്രിന്റ് ചെയ്യും, അതോടൊപ്പം തന്നെ ഇൻവാലിഡ് കളർ കോഡ് എന്നും പ്രിന്റ് ചെയ്യും. കാരണം എന്താണ്, ആ കേസ് ബി എന്ന സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കിൽ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഒരു കേസിലേക്ക് കണ്ടിന്യൂ. ഇവിടെ അടുത്ത കേസ് എന്ന് പറയുന്നത് ഡീഫോൾട്ട് കേസ് ആണ്, അതുകൊണ്ട് ഡീഫോൾട്ട് കേസും കൂടി എക്സിക്യൂട്ട് ചെയ്തിട്ട് മാത്രമേ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പുറത്തു വരുള്ളൂ. അപ്പോൾ ബ്രേക്ക് നമ്മൾ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിൻടാക്റ്റിക്കലി ഒരു എറർ അല്ല, പക്ഷെ നമ്മൾ പ്രോഗ്രാമിന്റെ ചിലപ്പോൾ ലോജിക്കിൽ ചില പ്രശ്നങ്ങൾ വന്നേക്കാം. നമ്മൾ ലോജിക്കൽ എറർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ലോജിക്കൽ എറർ എന്ന് പറയുന്ന ഒരു സംഭവം ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. ചില കേസുകളിൽ നമ്മൾ ബ്രേക്ക് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ചില പ്രോഗ്രാമുകളും ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ വോവൽസ് ആണോ അല്ലയോ എന്ന് പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവിടെ നമ്മൾ എ ഇ ഐ ഒ യു 5 കേസിലും എന്താണ് ഔട്ട്പുട്ട് നമുക്ക് വേണ്ടത്, അത് ഇറ്റ്സ് എ വോവൽ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ കേസിലും നമ്മൾ പ്രത്യേക സ്റ്റേറ്റ്മെന്റ് ബ്രേക്ക് ഒന്നും ഇല്ലാതെ അടുത്ത കേസും കൂടെ എക്സിക്യൂട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ബ്രേക്ക് പർപ്പസ്ഫുള്ളി ഒഴിവാക്കാറുണ്ട്. അപ്പൊ ഇതാണ് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ ബ്രേക്ക് കൊടുക്കേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടാവും, ബ്രേക്ക് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പൊ അത് വളരെ ആലോചിച്ച് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. എൽ സി ഫ്ലാഗറും സ്വിച്ചും തമ്മിലുള്ള ഒരു കമ്പാരിസണോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ ആദ്യമായി നമ്മൾ എൽ സി ഫ്ലാഗറിലെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ആ കണ്ടീഷനിൽ ഏത് തരത്തിലുള്ള റിലേഷണൽ എക്സ്പ്രഷൻ വേണേലും വരാം. എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ വരാം, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു ഒക്കെ വരാം. പക്ഷേ സ്വിച്ചിൽ നമ്മൾ കണ്ടീഷൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആ കിട്ടിയ എക്സ്പ്രഷൻ വാല്യൂമായിട്ട് ഈക്വൽ ആണെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അതായത് ഇക്വാളിറ്റി ടെസ്റ്റിംഗ് മാത്രമേ നമുക്ക് സ്വിച്ചിൽ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ എൽ സി ഫ്ലാഗർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രോഗ്രാമും സ്വിച്ചിലേക്ക് മാറ്റാൻ കഴിയില്ല. ഈ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോഗ്രാമുകൾ മാത്രമേ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ സ്വിച്ചിലെഴുതുന്ന ഏത് പ്രോഗ്രാമും നമുക്ക് എന്തിലേക്ക് മാറ്റാൻ പറ്റും, എൽ സി ഫ്ലാഗർ ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ പറ്റും. രണ്ടാമത്തെ ഒരു ഡിഫറൻസ് പറയുന്നതാണ് സെക്കൻഡ് ഓപ്പറൻറ്റ്. നമ്മൾ കണ്ടീഷനിൽ സെക്കൻഡ് ഓപ്പറൻറ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് എൽ സി ഫ്ലാഗറിൽ ഏത് ടൈപ്പ് ഓഫ് വാല്യൂ വേണമെങ്കിലും വരാം. ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ വരാം, ഒരു സ്ട്രിംഗ് വാല്യൂ വരാം, അതുപോലെ ക്യാരക്ടേഴ്സ് വരാം, ഇൻറ്റീജേഴ്സ് വരാം. പക്ഷേ സ്വിച്ചിലേക്ക് വരുമ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ അതൊരു ഇൻറ്റീജർ കോൺസ്റ്റന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് ആയിരിക്കണം. എ ഈസ് ഈക്വൽ ടു 1 എന്ന് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം, എ ഈസ് ഈക്വൽ ടു 2 എന്ന് കമ്പയർ ചെയ്യും. പക്ഷേ എ ഈസ് ഈക്വൽ ടു 1.5 എന്നോ എ ഈസ് ഈക്വൽ ടു 2.5 എന്നോ സ്വിച്ചിൽ വരുമ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. വാല്യൂ എന്ന് പറയുന്നിടത്ത് ഇൻറ്റീജർ കോൺസ്റ്റന്റുകളോ ക്യാരക്ടർ കോൺസ്റ്റന്റുകളോ മാത്രമേ വരാൻ പാടുള്ളൂ. മൂന്നാമത്തെ ഡിഫറൻസ് പറയുന്നതാണ് ഓട്ടോമാറ്റിക് ആയിട്ടും എൽ സി ഫ്ലാഗറിൽ നിന്ന് കൺട്രോള് ആ സ്റ്റേറ്റ്മെന്റിന്റെ പുറത്തേക്ക് പോകും, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. അവിടെ ഒരു ബ്രേക്കിന്റെ ആവശ്യമില്ല. പക്ഷേ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കൺട്രോള് സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അത് അവസാനത്തെ ഡിഫോൾട്ട് കേസ് എക്സിക്യൂട്ട് ചെയ്തിട്ടായിരിക്കും പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഡിഫോൾട്ട് കേസിൽ അതുകൊണ്ട് ബ്രേക്കിന്റെ ആവശ്യമില്ല, നിർബന്ധമില്ല. ബട്ട് ബാക്കിയുള്ള എല്ലാ കേസുകളിലും ആ കേസ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം സ്വിച്ച് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് കൺട്രോൾ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്തിരിക്കണം, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എൻകൗണ്ടർ ചെയ്തിരിക്കും, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഇത് മൂന്നുമാണ് സ്വിച്ചും ഈ എൽ സി ഫ്ലാഗറും തമ്മിലുള്ള ഡിഫറൻസുകൾ. അതിനോട് ഇത് രണ്ടും ഒരു മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ എൽ സി ഫ്ലാഗർ ഒരു മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആണ്, അതുപോലെ തന്നെ സ്വിച്ചും ഒരു മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. മൾട്ടി ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ പോയിന്റ് നിന്ന് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും പോകാം. എൽ സി ഫ്ലാഗറിന്റെ പ്രത്യേകത മൾട്ടി ബ്രാഞ്ചിങ് ആണെങ്കിൽ പോലും ഓരോ സ്റ്റെപ്പിലും 2-way ബ്രാഞ്ചിങ് നടക്കുന്നുള്ളൂ. ഒരു കണ്ടീഷൻ വാല്യൂറ്റ് ചെയ്തു, ഒന്നുകിൽ അല്ലെങ്കിൽ. അവിടെ അല്ലെങ്കിൽ എന്നുള്ളിടത്ത് വീണ്ടും ഒരു കണ്ടീഷൻ വാല്യൂറ്റ് ചെയ്തു, വീണ്ടും നമുക്ക് 2 ബ്രാഞ്ചസ് വരാം. വീണ്ടും മൂന്നാമത്തെ കണ്ടീഷൻ വാല്യൂറ്റ് ചെയ്തു, 2 ബ്രാഞ്ചസ് വരാം. അങ്ങനെയാണ് മൾട്ടിപ്പിൾ ബ്രാഞ്ച് ഫോം ചെയ്യുന്നത്. പക്ഷേ സ്വിച്ച് അങ്ങനെയല്ല. സ്വിച്ച് ഒരു പർട്ടിക്കുലർ എക്സ്പ്രഷൻ വാല്യൂറ്റ് ചെയ്യുന്നു, അതിന്റെ വാല്യൂ 1 ആണോ നോക്കി, വാല്യൂ 2 ആണോ നോക്കി, വാല്യൂ 3 ആണോ നോക്കുന്നു. അതല്ലെങ്കിൽ ഡിഫോൾട്ട്, ഇതൊന്നും അല്ലെങ്കിൽ ഡിഫോൾട്ട് കേസ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പം ഇതാണ് നമുക്ക് C++ലുള്ള എന്താ പറയുക ഡിസിഷൻ സ്റ്റേറ്റ്മെന്റുകൾ അഥവാ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്. ഈ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ചില പ്രോഗ്രാമുകൾ ഞാൻ നിങ്ങൾ മുന്നിലേക്ക് വെക്കുകയാണ്. ഹോംവർക്കായിട്ട് നിങ്ങൾ ഇത് ചെയ്യാം. ഒന്നാമത് റൈറ്റ് എ പ്രോഗ്രാം ടു സ്പെൽ എ ഡിജിറ്റ് യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻടു ഇഫ് എൽസ് എൽസി ഫോം. എൽസി ഫ്ലാഗർ ഉപയോഗിച്ചുകൊണ്ട് കൺവേർട്ട് ചെയ്യുക. സ്വിച്ചിൽ ആദ്യം എഴുതി നോക്കുക, അതിനുശേഷം എൽസി ഫ്ലാഗറിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ഒരു പ്രോഗ്രാം റൈറ്റ് എ കോഡ് സെഗ്മെന്റ് ടു റീഡ് ദ സ്കോർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ്
ഡിസ്പ്ലേ ദ ഗ്രേഡ് ഓഫ് ദ സ്റ്റുഡൻറ്റ് യൂസിങ് എൽസെഫ് ലാഡർ. അപ്പോൾ ഇവിടെ നമ്മളൊരു സ്കോർ റീഡ് ചെയ്യുന്നു. ഞാൻ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ ഒരു എക്സാമ്പിളാണിത്. അപ്പോൾ ആ സ്കോറ് 90 ആണെങ്കിൽ 90 മുകളിലാണെങ്കിൽ A+, അങ്ങനെ നമ്മൾ ഗ്രേഡ് ഡിസൈഡ് ചെയ്തു. പിന്നെ നിങ്ങളത് ഈ ഒരു പ്രോഗ്രാം സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചില സ്ലൈറ്റ് മോഡിഫിക്കേഷൻസ് വരുത്തിക്കൊണ്ട് സ്വിച്ചിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഈ 2 എക്സസൈസുകൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് ചെയ്തു തീർക്കുക. താങ്ക് യു വെരി മച്ച്.